നമസ്കാരം. ആ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്തു. അതിൽ നമ്മൾ പഠിച്ചത് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് സെക്കൻഡ് ആണ്. യൂണിറ്റ് സെക്കൻഡില് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ വന്നിട്ട് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് പാർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോ അതിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ ഇൻട്രൊഡക്ഷനും പിന്നെ മോഡേണൈസേഷൻ തിയറി എന്താന്നുള്ളത്, അതായത് മോഡേണൈസേഷൻ തിയറി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഭാഗമായിട്ടാണ്. അതിൽ ഒന്നാണ് എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞിട്ടുള്ളതും രണ്ടാമത്തത് ഫങ്ഷണൽ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടെ നോക്കുന്നുണ്ട്. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഡേണൈസേഷൻ തിയറി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പിന്നെ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അപ്രോച്ച്, ഈ പേരിൽ നമ്മുടെ ബ്ലോക്കിന്റെ പേര് അപ്രോച്ചസ് ടു ദ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ഡിഫറൻസിയേഷൻ, സെക്യുലറൈസേഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് വണ്ണിലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു പാർട്ടും കൂടി ഉണ്ടാവും ഈ വീഡിയോക്ക്. അപ്പൊ അതിൽ നമ്മൾ മോഡേണൈസേഷൻ അപ്രോച്ചിന്റെ ക്രിട്ടിക്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ടു മോഡേൺ സിസ്റ്റം. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് മോഡേൺ സിസ്റ്റത്തിലേക്ക് പോകുന്നത്, അതിനുള്ള ഒരു ട്രാൻസ്ഫോർമേഷന്റെ പ്രോസസ്സിനെയാണ് ശരിക്കും ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെയുള്ള ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സുള്ള ഒരു മേജർ അപ്രോച്ച് ആയിട്ട് വരുന്നത് 1950s കൂടിയിട്ടാണ്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ദ ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവിടുത്തെ കൾച്ചറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫോംഡ് ബൈ മോഡേൺ ഐഡിയാസ് ലൈക്ക് ലിബറലിസം, സെക്യുലറിസം, ട്രാൻസ്പെറൻസി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്കാണ്. അപ്പൊ മോഡേൺ സൊസൈറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്, ലിബറലിസം, സെക്യുലറിസം, ട്രാൻസ്പെറൻസി, ഈ ഐഡിയാസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവരൊരു മോഡേൺ സൊസൈറ്റിയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെയാണ് ശരിക്കും പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടാവാൻ കാരണമായത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് എ ചേഞ്ച് ഇൻ ദ ഔട്ട്ലുക്ക്, പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് റൂറൽ ആൻഡ് അർബൻ സോഷ്യൽ ലൈഫ്. മാത്രമല്ല ഇതിൽ നമ്മൾ ശരിക്കും മോഡേൺ സൊസൈറ്റിയിൽ വരുമ്പോൾ തന്നെ അടുത്തൊരു മൊത്തത്തിൽ സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്കും അവിടുത്തെ പൊളിറ്റിക്കൽ കൾച്ചറിലും അതേപോലെ തന്നെ സോഷ്യൽ ലൈഫിൽ, അതിപ്പോ റൂറൽ ഭാഗത്ത് മാത്രമല്ല അർബനും റൂറലും ഒരുപോലെയുള്ള സോഷ്യൽ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായി എന്നതൊക്കെയാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ മോഡേണൈസേഷൻ തിയറി ഞാൻ പറഞ്ഞ പോലെ തന്നെ മോഡേണൈസേഷൻ തിയറി രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് എവല്യൂഷണറി, പിന്നെ മറ്റേത് ഫങ്ഷണലും. സോ 1950s മോഡേണൈസേഷൻ തിയറി വന്നത്. It began to affect the research agenda of several disciplines of social sciences, including political science. ഈ 1950 ആയപ്പോഴേക്ക് ഏകദേശം സോഷ്യൽ സയൻസിലുള്ള എല്ലാ ഡിസിപ്ലിനിലും ഈ മോഡേണൈസേഷൻ തിയറി വന്നിട്ടുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ സയൻസിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാത്തിലും ഈ ശരിക്കും മോഡേണൈസേഷൻ തിയറിയുടെ ഒരു സോഷ്യോളജിയിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. Much of the research on the development of non-Western societies was influenced by two theories of modernization, the evolutionary and the functionalist theories. ഇത് ശരിക്കും മോഡേണൈസേഷൻ തിയറിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പറഞ്ഞു 1950s. അതായത് 1950s പ്രത്യേകത എന്താണ്, അവിടെ ഒരു കോൾഡ് വാർ പീരീഡ് നടന്നുകൊണ്ടിരിക്കും. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു, അതിനുശേഷം കോൾഡ് വാർ. ഇപ്പോൾ രണ്ട് ബ്ലോക്കുകൾ തമ്മിൽ നമ്മൾ പഠിച്ച പോലെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കുകളും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകളും, അതായത് ഒരു ഭാഗത്ത് USA മറ്റേ ഭാഗത്ത് സോവിയറ്റ് യൂണിയനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഐഡിയോളജീസ് തമ്മിൽ ഒരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിൽ അമേരിക്കൻ അന്ന് US ഭാഗത്തുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസം, അതായത് സോവിയറ്റ് യൂണിയന്റെ ഐഡിയ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നത് അവർക്ക് തടയണമായിരുന്നു.
അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ ക്യാപിറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ആ സമയത്ത് മാർഷൽ പ്ലാൻ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർഷൽ പ്ലാൻ കൊണ്ടുവന്ന് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരുടെ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റീകൺസ്ട്രക്ഷൻ, അവരിപ്പോ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അവർക്കൊരു റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അമേരിക്കൻ എയ്ഡാണ്, അതായത് അമേരിക്കൻ സഹായമാണ് ശരിക്കും മാർഷൽ പ്ലാൻ എന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, ആ ബാക്കിയുള്ള കൺട്രീസിനൊക്കെ അമേരിക്കൻ ഇൻഫ്ലുവൻസിൽ കൊണ്ടുവരിക, അതായത് അവരുടെ ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസ് എന്നുള്ളതിന്റെ ഇൻഫ്ലുവൻസിൽ കൊണ്ടുവരിക, കമ്മ്യൂണിസം അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ സമയത്ത് തന്നെയാണ് എന്ത്, നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലും ഒക്കെ സ്വാതന്ത്ര്യ സമരങ്ങൾ കഴിഞ്ഞിട്ട് അവിടുത്തെ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി തുടങ്ങുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഒരു പുതിയ എക്കോണമി അല്ലെങ്കിൽ പുതിയ രാജ്യം, ഒരു ഡെവലപ്പിംഗ് രാജ്യം ഉണ്ടായി വരികയാണല്ലോ. ഓൾറെഡി ഇപ്പൊ അമേരിക്കൻ ബാക്കിയുള്ളവരൊക്കെ ആയിരുന്നെങ്കിലും, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കുറച്ച് കൊളോണിയലൈസേഷൻ അവസാനിച്ചതിന് ശേഷം കുറച്ചുകൂടി രാജ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അപ്പോ ആണ് ഈ വെസ്റ്റേൺ, അതായത് അമേരിക്കയിലുള്ള തിങ്കേഴ്സ് ഒക്കെ, മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് ഒക്കെ പറയുന്നത് നമ്മൾ ശരിക്കും നോൺ വെസ്റ്റേൺ സൊസൈറ്റീസിനെ പഠിക്കണം, എന്നിട്ട് വേണം നമ്മൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, മാർഷൽ പ്ലാൻ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്താണ്, ആ സൊസൈറ്റിയെ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും ഒരു ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്പിംഗ് എന്നുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ പഠിച്ചതാണ് ഈ രണ്ടെണ്ണം, എവല്യൂഷണറി ആൻഡ് ഫങ്ഷണലിസ്റ്റ് തിയറീസ്. മോഡേണൈസേഷൻ തിയറി പഠിച്ചു. അപ്പൊ അങ്ങനെ ഉള്ളതാണ്, ഒന്ന് എവല്യൂഷണറി തിയറിയും രണ്ടാമത്തത് ഫങ്ഷണലിസ്റ്റ് തിയറീസ് കേട്ടോ. അതിൽ നമ്മൾ എവല്യൂഷണറി തിയറി എന്താന്ന് ഫസ്റ്റ് നോക്കാം. ഈ എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻഡ് മോഡേണൈസേഷൻ ഇൻ ടേംസ് ഓഫ് എ ട്രാൻസിഷൻ ഫ്രം ട്രഡീഷൻ ടു മോഡേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ശരിക്കും ഈ എവല്യൂഷണറി തിയറിയിൽ പറയുന്നത്. ആൻഡ് ദിസ് തിയറി വാസ് എൻ ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. രണ്ടും അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 80s നടന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും, ഇതൊക്കെ രണ്ടും 18ാമത്തെ സെഞ്ചുറിയിൽ നടന്ന സംഭവങ്ങളാണ്. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നത് 1789 ആണ്. അപ്പോൾ ഇറ്റ്സ് ഡിസ്ട്രോയിഡ് ദ ഓൾഡ് സോഷ്യൽ ഓർഡർ ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ എ ന്യൂ സോഷ്യൽ ഓർഡർ. നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ് ഇതെങ്ങനെയാണ് ശരിക്കും ഓൾഡ് സോഷ്യൽ ഓർഡറിനെ ഇതാക്കിയത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടുകൂടി തന്നെ ആളുകളുടെ, അതായത് സൊസൈറ്റിയുടെ സ്വഭാവം തന്നെ മാറിപ്പോയല്ലേ. കുറെ ഇൻഡസ്ട്രീസ് വന്നു. അപ്പൊ എന്താണ്, അവിടെ കുറെ ഫാക്ടറീസും കാര്യങ്ങളും വന്നു. ഫാക്ടറീസ് വരുമ്പോൾ അവിടെ എന്താണ്, ആൾക്കാർക്ക് ഒരുപാട് വർക്കേഴ്സിന് ആവശ്യം വന്നു. അപ്പൊ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ബേസിക് സൊസൈറ്റി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇൻഡസ്ട്രീസ് വന്നതോടുകൂടി തന്നെ എല്ലാവരും ഇൻഡസ്ട്രി സൈഡിലേക്ക് മാറാൻ തുടങ്ങി. ഒരുപാട് വർക്കേഴ്സിന് ആവശ്യമായിട്ട് വന്നു. അപ്പൊ വർക്കേഴ്സും എങ്ങനെയാ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ദ ബേസിക് പാത്ത് ഓഫ് മോഡേണിറ്റി ഈസ് നോൺ ആസ് ഇൻക്രീസിങ് ഡിഫറൻസിയേഷൻ ആൻഡ് സ്കെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഫാക്ടറീസ് കൂടി. ഫാക്ടറീസിൽ എന്താണ്, വർക്കേഴ്സിന്റെ ആവശ്യം വന്നു. അപ്പോൾ ഓരോ വർക്കേഴ്സിനും ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അവിടെ ഓരോ വർക്കേഴ്സും ഓരോ വർക്കാണ്, അതായത് ഓരോ സെക്ഷൻ ആക്കി തിരിച്ചു. ഇപ്പോ ചില സെക്ഷൻ, ഈ സെക്ഷന് ഈ ജോലി മാത്രം ചെയ്താൽ മതി. ഇപ്പൊ കൺട്രോളിംഗ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ, പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ. അപ്പൊ ഓരോ സെക്ഷനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻ ആക്കി തിരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങി. അതാണ് ഡിഫറൻസിയേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ സൊസൈറ്റീസ് മോസ്റ്റ് സക്സസ്ഫുൾ അറ്റ് ഡെവലപ്പിംഗ് ആൻഡ് ഇന്റൻസീവ് ഡിവിഷൻ ഓഫ് ലേബർ വെർ ഏബിൾ ടു ബിക്കം ഹൈലി പ്രൊഡക്റ്റീവ്. അതായത് ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ വന്നു. അപ്പോൾ ഇത്ര സെക്ഷൻ ഓഫ് ആളുകൾ ഈ ജോലി മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള സെക്ഷൻ ഈ ജോലിയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയാണ് ഒരു ഡിവിഷൻ ഓഫ് ലേബർ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അങ്ങനെയാണ് ഇവര് ഡിവിഷൻ ഓഫ് ലേബർ വന്നതിന് ശേഷം പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഡെവലപ്പിംഗ് ആവാൻ തുടങ്ങും കാര്യങ്ങൾ. അതാണ് ഈ എവല്യൂഷണറി തിയറി മെയിൻ ആയിട്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് എവല്യൂഷണറി തിയറി ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ റെവല്യൂഷൻ ഏതായിരുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിച്ച പോലെ തന്നെ അതിന്റെ ബേസിക് ഐഡിയ എന്തായിരുന്നു, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രിറ്റേണിറ്റി, 3 ഐഡിയയിലൊക്കെയാണ് അവർ വന്നതല്ലേ. അപ്പോൾ ഈ ഐഡിയ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ, ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രിറ്റേണിറ്റി, അതേപോലെ തന്നെ പാർലമെന്ററി ഡെമോക്രസി എന്നുള്ള ഐഡിയ സൊസൈറ്റിക്ക് കൊടുക്കാൻ ഫ്രഞ്ച് റെവല്യൂഷൻ കാരണമായി. അപ്പോൾ ദ ക്ലാസിക്കൽ എവല്യൂഷണറി തിയറി അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റി ഇൻവാരിയബിളി മൂവ്സ് ഫ്രം പ്രിമിറ്റീവ് ടു എൻ അഡ്വാൻസ്ഡ് സ്റ്റേജ്. അതായത് ക്ലാസിക്കൽ എവല്യൂഷണറി തിയറിയിൽ പറയുന്നത് എന്താണ്, ഹ്യൂമൻ സൊസൈറ്റി എന്തായാലും ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഒരു പഴയ സൊസൈറ്റിയിൽ നിന്നും എന്തായാലും ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കും.
അതിലിപ്പോ എവല്യൂഷണറി തിയറിയിൽ പറയുന്നത് എന്താണ്, അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ അവിടെ ഡിഫറൻസിയേഷൻ ഉണ്ടാവും, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും, അതേപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഇങ്ങനെ പറഞ്ഞുള്ള ഐഡിയാസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളതായിരിക്കും മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് ദിസ് മൂവ്മെന്റ് റെപ്രസെന്റ് പ്രോഗ്രസ് ഉണ്ടാവും. അതായത് വെറുതെ ഒരു സൊസൈറ്റിയിൽ നിന്ന് വേറെ സൊസൈറ്റിയിലേക്ക് പോവുമല്ല, പക്ഷെ എന്താണ്, മറ്റേ സൊസൈറ്റിയെക്കാളും എന്തുകൊണ്ടും ഈ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കും. അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും, അതാണ് പറയുന്നത്. ആൻഡ് ദ റേറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഈസ് സ്ലോ, ഗ്രാജുവൽ ആൻഡ് പീസ്ഫുൾ. അതായത് എവല്യൂഷണറി ആണ്, നോട്ട് റെവല്യൂഷൻ. മനസ്സിലാക്കി? അതായത് ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും, ഗ്രാജുവൽ ആയിട്ട് ഭയങ്കര പതുക്കെ പതുക്കെ എവല്യൂഷൻ ചെയ്ത് വരികയാണ്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ റെവല്യൂഷനും എവല്യൂഷനും തമ്മിൽ വ്യത്യാസം അറിയില്ല. റെവല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനമായിരിക്കും, പക്ഷെ എവല്യൂഷൻ എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും നടക്കുക. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് ദ ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഫങ്ഷണലിസ്റ്റ് തിയറി മെയിൻ ആയിട്ട് ടാൽകോട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളറുടെ തിയറിയാണ് കേട്ടോ. ഫോർ പേഴ്സൺ, ഹ്യൂമൻ സൊസൈറ്റി ഈസ് ലൈക്ക് എ ബയോളജിക്കൽ ഓർഗാനിസം ആൻഡ് ക്യാൻ ബി സ്റ്റഡീഡ് ലൈക്ക് എൻ ഓർഗാനിസം. ഈ ടാൽകോട്ട് പേഴ്സൺ എന്ന് പറഞ്ഞ സ്കോളർ മെയിൻ ആയിട്ട് ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോളജിയിലൊക്കെ ആയിരുന്നു ഇതാക്കി കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ബയോളജിക്കൽ ഓർഗാനിസം പോലെയാണ്. ഇപ്പൊ ബയോളജിക്കൽ ഓർഗാനിസം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബോഡി തന്നെ എടുക്കാം. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു ഓർഗാനിസം ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് ഒരുപാട് പാർട്ട് ഉണ്ടാവും. കൈയുണ്ട്, കണ്ണുണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ട് ഉണ്ട്. അത് ഓരോ ഓർഗാനിസമാണ്. അതുപോലെയാണ് സൊസൈറ്റി എന്നാണ് ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസം കറസ്പോണ്ട് ടു ദ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്കപ്പ് എ സൊസൈറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓരോ പാർട്ട് ഉണ്ട്. ഇപ്പൊ കൈ, കാല്, അങ്ങനെയുള്ള ഓരോ പാർട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ കൈ പോലെ, അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ബോഡി പോലെയാണ്. അതിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ബാക്കി പാർട്ട് പോലെയാണെന്നാണ് ആര് പറയുന്നത്, ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓരോന്നും ശരിക്കും ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി, ഇപ്പൊ കഴിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായി കാണിക്കുകയാണെങ്കിൽ ഏതൊക്കെ പാർട്ട് ഉൾപ്പെട്ടിട്ടുണ്ടാവും? നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം ഇങ്ങനെ വായിലേക്ക് എടുക്കും അല്ലെ. അപ്പൊ നമ്മുടെ കൈയുണ്ട്, പിന്നെ അവിടെ മാത്രമല്ല നമ്മുടെ വായയും കൂടെ വരും. അപ്പൊ അങ്ങനെ തന്നെയാണ് ശരിക്കും സൊസൈറ്റിയും പ്രവർത്തിക്കുന്നതെന്നാണ് ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ജുഡീഷ്യറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ജസ്റ്റിസും കാര്യങ്ങളും, ഇപ്പോൾ നിയമം ഉണ്ടാക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവും, അത് നടപ്പിലാക്കാൻ വേറൊരു ഭാഗങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് സൊസൈറ്റിയും പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ കറസ്പോണ്ടന്റ് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സൊസൈറ്റിയും ഉണ്ടാവുകയുള്ളൂ. അതാണ് ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. പേഴ്സൺ യൂസ് ദ കൺസെപ്റ്റ് സിസ്റ്റം ടു ഡിനോട്ട് ദ ഹാർമോണിയസ് കോർഡിനേഷൻ എമംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ സൊസൈറ്റി നമുക്ക് ശരിക്കും ഫംഗ്ഷനിങ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ആസ് ഈച്ച് പാർട്ട് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസം പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ ഫോർ ദ ഹോൾ, ദ സെയിം വേ ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ ഫോർ ദ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദ സൊസൈറ്റി. ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിലെ ഒരു അവയവം നമുക്ക് എന്താണ്, ആ ഓർഗാനിസം, അതായത് നമ്മുടെ ബോഡി മുഴുവനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ അവയവങ്ങളും എന്താണ് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ സ്പെസിഫിക് ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റെബിലിറ്റിയും ഗ്രോത്തും ഉണ്ടാവുകയുള്ളൂ. അതാണ് ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. അപ്പോൾ പേഴ്സൺ ഫോർമുലേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഇമ്പറാറ്റീവ്സ്, ആർഗ്യൂയിങ് ദാറ്റ് ദർ ആർ 4 ക്രൂഷ്യൽ ഫങ്ഷൻസ് ദാറ്റ് എവറി സൊസൈറ്റി മസ്റ്റ് പെർഫോം. ഒരു സൊസൈറ്റിയിൽ എന്തായാലും, എല്ലാ സൊസൈറ്റിയിലും എന്തായാലും ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ആ സൊസൈറ്റി മസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കേണ്ട 4 ഫങ്ഷൻസ് ഉണ്ടെന്നാണ് ടാൽകോട്ട് പേഴ്സൺ പറയുന്നത്. അതിൽ ഫസ്റ്റത്തേതാണ് അഡാപ്ഷൻ ടു ദ എൻവയോൺമെന്റ് പെർഫോംഡ് ബൈ ദ എക്കോണമി. അതായത് ഒരു സൊസൈറ്റി ആ സൊസൈറ്റിയുടെ എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കണം, പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു സൊസൈറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി ആണ്, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചറിന്റെ ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണ്, കൃഷി ചെയ്തുണ്ടാക്കുക അല്ലെ. അപ്പൊ അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നു. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇതിനോട് ആ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള അവസ്ഥനോട്, ആ എൻവയോൺമെന്റിനോട് ശരിക്കും ആ സൊസൈറ്റിയും കൂടെ പൊരുത്തപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ,
ആ സൊസൈറ്റി മര്യാദയ്ക്ക് സ്റ്റെബിലിറ്റിയിൽ, അതായത് സ്റ്റേബിൾ ആയിട്ട് ഭയങ്കര ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. പിന്നെ ഗോൾ അറ്റൈൻമെന്റ് പെർഫോംഡ് ബൈ ദ ഗവൺമെന്റ്. ഒരു സൊസൈറ്റിക്ക് എന്തായാലും ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ട് അത് പെർഫോം ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഇപ്പോ നമ്മള് ഒരു സൊസൈറ്റി, ഒരു ഗവൺമെന്റിന്റെ ഗോൾ ആയിരിക്കും ഇപ്പൊ ഈ വർഷം ഇത്ര എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഗോള് ഓരോ ഗവൺമെന്റും ഓരോ തലത്തിൽ ഓരോ ഗവൺമെന്റ് ഒരു ഗോള് സെറ്റ് ആവും. അപ്പൊ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ ഇന്റഗ്രേഷൻ, ലിങ്കിങ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടുഗദർ പെർഫോംഡ് ബൈ ദ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിലീജിയൻ. അതായത് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റിലീജിയൻ അതുപോലെയുള്ള ഇവരൊക്കെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പരസ്പരം ലിങ്ക് ചെയ്തിട്ട് അവരെ ഭയങ്കര ഹാർമണിയിൽ കൊണ്ട് നടക്കാൻ ഒരു സൊസൈറ്റിക്ക് സാധിക്കണം. എപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്തിട്ട് വേണം ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത് ലേറ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പാറ്റേൺ മെയിൻ്റനൻസ് ഓഫ് വാല്യൂസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ പെർഫോംഡ് ബൈ ദ ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു സൊസൈറ്റിയിൽ എന്തായാലും കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കണം. ആ വാല്യൂസ് നമ്മൾ വരുന്ന ജനറേഷന് നമ്മൾ പറഞ്ഞു കൊടുക്കും വേണം. അതിൽ മെയിനായിട്ട് ഫാമിലിയും സ്കൂളും ഒക്കെ ആണല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ മോറൽ വാല്യൂ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് എവിടുന്ന? നമ്മുടെ ഫാമിലിയിൽ. നമ്മുടെ പാരന്റ്സ് നമുക്ക് പറഞ്ഞു തരും ഇതാണ് ശരി, ഇതാണ് തെറ്റ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് അതിനൊന്നും കൂടി അപ്ഡേറ്റഡ് ആവില്ലേ, എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറയും. സോഷ്യലൈസേഷൻ നടക്കണം. അപ്പൊ ഇത്രയും 4 കാര്യങ്ങൾ: ഒന്ന് അഡാപ്റ്റേഷൻ, രണ്ടാമത്തത് ഗോൾ അറ്റൈൻമെന്റ്, മൂന്നാമത്തത് ഇന്റഗ്രേഷൻ, നാലാമത്തെ ലേറ്റൻസി. അപ്പൊ ഇത്രയാണ് ടാൽക്കോട്ട് പേഴ്സന്റെ ഫങ്ഷണൽ ഇമ്പരാറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടാൽക്കോട്ട് പേഴ്സൺ ആരാണ്? ഫങ്ഷണലിസ്റ്റ് തിയറി കൊണ്ടുവന്ന ആളാണല്ലേ ടാൽക്കോട്ട് പേഴ്സൺ. അദ്ദേഹം പറഞ്ഞ 4 ഫങ്ഷൻസ് ആണ് ഉള്ളത്: അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് ലേറ്റൻസി. മാത്രമല്ല നമുക്ക് പേഴ്സന്റെ പാറ്റേൺ വേരിയബിൾ എന്തൊക്കെയോ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മറക്കരുത്, ഫങ്ഷണലിസ്റ്റ് തിയറി ചോദിക്കുമ്പോൾ ഈ ടാൽക്കോട്ട് പേഴ്സന്റെ ഈ 4 ഫങ്ഷണൽ ഇമ്പരാറ്റീവും എഴുതി വെക്കണം. മാത്രമല്ല ഈ പേഴ്സന്റെ പാറ്റേൺ വേരിയബിൾ എന്തൊക്കെയാണെന്നും കൂടെ എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ പേഴ്സൺ ഹാസ് ഫോർമുലേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് പാറ്റേൺ വേരിയബിൾസ് ടു ഡിസ്റ്റിംഗ്വിഷ് ട്രഡീഷണൽ സൊസൈറ്റീസ് ഫ്രം മോഡേൺ സൊസൈറ്റീസ്. ഒരു ട്രഡീഷണൽ സൊസൈറ്റിയും മോഡേൺ സൊസൈറ്റിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാറ്റേൺ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് രണ്ടിനും വ്യത്യാസം മനസ്സിലാക്കാം. അത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ 5 സെറ്റ്സ് ഓഫ് പാറ്റേൺ വേരിയബിൾസ് ഉണ്ട്. മറ്റേത് ഫങ്ഷണൽ ഇമ്പയറേറ്റീവ്സ് ആണ്. രണ്ടും മാറിപ്പോയത് കേട്ടോ. ഇത് പാറ്റേൺ വേരിയബിൾസ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തത് എഫക്റ്റീവ് വേഴ്സസ് എഫക്റ്റീവ് ന്യൂട്രൽ റിലേഷൻഷിപ്പ്. ഇതാണ് പാറ്റേൺ വേരിയബിളിന്റെ ഫസ്റ്റത്തത്. ഇതെന്താ നോക്കാം. ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ടെൻഡ് ടു ഹാവ് എ പ്രിഫറൻസ് ഫോർ പേഴ്സണൽ, ഇമോഷണൽ ആൻഡ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള, എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുക. പക്ഷെ നേരെ മറിച്ച് മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും? സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിരിക്കും, അതായത് ന്യൂട്രൽ ആയിരിക്കും, അത്ര പേഴ്സണൽ ഒന്നും ആയിരിക്കില്ല. വിച്ച് മീൻസ് ഇംപേഴ്സണൽ, ഡിറ്റാച്ച്ഡ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, ഇംപേഴ്സണൽ ആയിട്ടുള്ള സൊസൈറ്റീസ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കര ഹൈലി സ്ട്രക്ചറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അവിടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? വളരെ ഇംപേഴ്സണൽ ആയിട്ടുള്ള, ഇൻഫോർമൽ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വേരിയബിൾസിന്റെ ഫസ്റ്റ്. പാറ്റേൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രഡീഷണൽ സൊസൈറ്റിയിൽ മോഡേൺ സൊസൈറ്റി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ. ഇവിടെ ഫസ്റ്റ് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ട്രഡീഷണൽ സൊസൈറ്റിയിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ മോഡേൺ സൊസൈറ്റിയിലെ റിലേഷൻഷിപ്പ് ഇംപേഴ്സണൽ ആയിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പാറ്റേൺ വേരിയബിൾ ആണ് പ്ലൂരലിസ്റ്റിക് വേഴ്സസ് യൂണിവേഴ്സലിസ്റ്റിക് റിലേഷൻഷിപ്പ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ പീപ്പിൾ ആർ ഇൻക്ലൈൻ ടു ജോയിൻ ടുഗദർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ സെയിം സോഷ്യൽ സർക്കിൾ. അതായത് സെയിം സോഷ്യൽ സർക്കിളിലെ ആൾക്കാരായിട്ടായിരിക്കും കൂടുതൽ അറ്റാച്ച്ഡ് ട്രഡീഷണൽ സൊസൈറ്റിയിൽ. നമ്മുടെ ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കും. അതേപോലെ സെയിം സോഷ്യൽ സർക്കിൾ, നമുക്ക് അറിയുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ഭയങ്കര എപ്പോഴും അറിയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടാവും. നേരെ മറിച്ചത് മോഡേൺ സൊസൈറ്റിയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും?
പീപ്പിൾ ആർ ബോൺ ടു ഇന്ററാക്ട് വിത്ത് അൺനോൺ പീപ്പിൾ ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ എന്തായാലും നമുക്ക് അറിയാത്ത ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയലൈസേഷനും കാര്യങ്ങളൊക്കെ വന്നു. പുതിയ പുതിയ ജോലികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും അറിയാത്ത ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മുടെ ജോലിയുടെ ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ദേ ടെൻ ടു ഇന്ററാക്ട് യൂസിങ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ് ഡ്യൂ ടു ദ വാസ്റ്റ് പോപ്പുലേഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കും ആളുകൾ മോഡേൺ സൊസൈറ്റിയിൽ ഇന്ററാക്ട് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് കളക്റ്റീവ് ഓറിയന്റേഷൻ വേഴ്സസ് സെൽഫ് ഓറിയന്റേഷൻ. ട്രഡീഷണൽ സൊസൈറ്റീസ് ലോയാലിറ്റി ഈസ് ഓഫൺ ഓഡ് ടു ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ട്രഡീഷണൽ സൊസൈറ്റിയിൽ നമ്മൾ ലോയാലിറ്റി കാണിക്കുന്ന എവിടെയായിരിക്കും? ഫാമിലിയും കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. പക്ഷെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് സെൽഫ് ഓറിയന്റഡ് ആയിരിക്കും. സ്ട്രെസ് എൻകറേജ്മെന്റ് ടു ബി ഇൻഡിവിജ്വൽ, അത് ഭയങ്കര സെൽഫ് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക. മറ്റേത് ഇങ്ങനെ ഫാമിലിക്കും കമ്മ്യൂണിറ്റിക്കും ഒക്കെ ആയിരിക്കും ഭയങ്കര പ്രാധാന്യം. പക്ഷെ ഇപ്പൊ ഒന്നുകൂടി സെൽഫ് ഓറിയന്റഡ് ആയി മാറി. ആൻഡ് ഡെവലപ്പ് പേഴ്സണൽ ടാലന്റ് ആൻഡ് ബിൽഡ് എ കരിയർ. നമ്മൾ മോഡേൺ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ടാലന്റ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ കരിയർ ബിൽഡ് ചെയ്യാനും ഒക്കെ ആയിരിക്കും ഇതാക്കുക. പക്ഷെ നേരെ മറിച്ച് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫാമിലിക്കായിരുന്നു. പിന്നെ നാലാമത്തത് എസ്ക്രിപ്ഷൻ വേഴ്സസ് അച്ചീവ്മെന്റ്. ഇത് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റീസ് എ പേഴ്സൺ പാസ് ഇവാലുവേറ്റഡ് ബൈ ദെയർ എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ അസൈൻഡ് ബൈ ബർത്ത്. അതായത് നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു സ്റ്റാറ്റസ് കിട്ടും. അപ്പൊ കാസ്റ്റ് ഒക്കെ ശരിക്കും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിന് ഉദാഹരണമാണ്. ആ സ്റ്റാറ്റസിന് അപ്പൊ അങ്ങനെയുള്ള ഒരു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആളുകളെ വിലയിരുത്തുക ട്രഡീഷണൽ സൊസൈറ്റിയിൽ. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ചാതുർവർണ്ണയ സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെ, അപ്പൊ അതിലെങ്ങനെയായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്? കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ കാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒരാളുടെ ബൈ ബർത്ത് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ശരിക്കും കാസ്റ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചായിരുന്നു ഈ ചാതുർവർണ്ണയ സിസ്റ്റം അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ്? ഈസ് അപ്രൈസ്ഡ് ബൈ ഹിസ് ഓർ ഹെർ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അതായത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ആളുകളെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഈ മോഡേൺ സൊസൈറ്റിയിൽ. ഇനി അഞ്ചാമത്തതാണ് ഫങ്ഷണലി ഡിഫ്യൂസ്ഡ് വേഴ്സസ് ഫങ്ഷണലി സ്പെസിഫിക് റിലേഷൻഷിപ്പ്. ട്രഡീഷണൽ സൊസൈറ്റി റോൾ ടെൻ ടു ബി ഫങ്ഷണലി ഡിഫ്യൂസ്ഡ്. അതായത് ട്രഡീഷണൽ സൊസൈറ്റീസിൽ ഫങ്ഷൻസ് ഒന്നും കൂടി ഡിഫ്യൂസ്ഡ് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കില്ല. എല്ലാവരും എല്ലാ റോളും ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കും ചിലപ്പോൾ എല്ലാ റോളും ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മുടെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ റോൾസ് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. ഈ ആൾക്ക് ഈ ജോലി അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ ഇത്രയും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും മോഡേൺ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ശരിക്കും നമ്മുടെ പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ എവല്യൂഷണറി ഫങ്ഷണലിസ്റ്റ് തിയറീസും. അപ്പോൾ ഒന്നുകൂടി പറയാം, എവല്യൂഷണറി തിയറീസ് നമ്മൾ പറഞ്ഞത് ശരിക്കും ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, അത് സ്ലോ ആണ് ഗ്രാജുവൽ ആണെന്നാണ്. പിന്നെ ഫങ്ഷണലിസ്റ്റ് തിയറീസിൽ നമ്മൾ പറയുന്നത് ടാൽക്കോട്ട് പേഴ്സന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഫങ്ഷണൽ ഇമ്പറേറ്റീവ്സ് എന്താന്ന് പറഞ്ഞു, 4 തരത്തിലുള്ള ഫങ്ഷണൽ ഇമ്പറേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ പേഴ്സന്റെ പാറ്റേൺ വേരിയബിൾ, 5 തരത്തിലുള്ള പാറ്റേൺ വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ 5 കണ്ടീഷൻസ് പഠിച്ചു. ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി അടുത്തത് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അപ്രോച്ച്. ഈ അപ്രോച്ച് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഈ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദ മോഡേണൈസേഷൻ അപ്രോച്ച് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ക്യാൻ ബി ട്രേസ്ഡ് ടു ദ എവല്യൂഷണറി എക്സ്പ്ലനേഷൻസ് ഓഫ് ദ സോഷ്യൽ ചേഞ്ച് ഇൻ 19th സെഞ്ചുറി യൂറോപ്പ്. 19th സെഞ്ചുറി യൂറോപ്പിൽ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് എങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് മോഡേണൈസേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ സോഷ്യോളജി ഗേവ് ഡിഫറെന്റ് എക്സ്പ്ലനേഷൻ ടു ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം പ്രീ ഇൻഡസ്ട്രിയൽ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അതായത് ഫ്രഞ്ച് ഫിലോസഫേഴ്സും സോഷ്യോളജിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് തിങ്കേഴ്സും ഒക്കെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് മാറി എന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ ദ മോഡേണൈസേഷൻ തിയറി ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ടു മേജർ സ്ട്രീംസ്. രണ്ട് മേജർ സ്ട്രീംസ് ആണ് മോഡേണൈസേഷൻ തിയറിയിലുള്ളത്. ഒന്ന് മാർക്സിസ്റ്റ് ഡിസ്ക്രിപ്ഷനും രണ്ടാമത്തേത് വെബേറിയൻ വേർഷനുമാണ്. അതിൽ ഫസ്റ്റ് മാർക്സിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ഡിറ്റർമിൻസ് എ സൊസൈറ്റീസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിൻ ആയിട്ട് മാർക്സിസം പറയുന്നതാണ്. അവിടെ പറയുന്നത് എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഒരു സൊസൈറ്റിയുടെ പൊളിറ്റിക്കലും കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യം എക്കണോമി, നമ്മൾ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള ഐഡിയ ഒക്കെ മാർക്സിസത്തിൽ പഠിച്ചിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും, പിന്നെ അതിനനുസരിച്ചാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഒക്കെ പറയുന്നത്. ഇപ്പോ പറയുന്ന പോലെ തന്നെ മാർക്സ് പറഞ്ഞ എന്താണ്? അപ്പോ ഹാവ്സും ഹാവ് നോട്ട്സും, അതായത് ഉള്ളവനും ഇല്ലാത്തവനും, ഈ ഹാവ്സ് ആയിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. പക്ഷെ ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സിറ്റിസൺസ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് മാർക്സിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. സോ ഇവിടെ എക്കോണമിയും പൊളിറ്റിക്സും കൾച്ചറും ഒക്കെ ഭയങ്കര ഇന്റർ ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആണെന്നാണ് മാർക്സ് പറയുന്നത്. പൊളിറ്റിക്സ്, എക്കണോമി പിന്നെ പൊളിറ്റിക്സും കൾച്ചറും എങ്ങനെ ഇതാക്കുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ വേർഷനാണ് വെബേറിയൻ വേർഷന്. അത് പറയുന്നത് കൾച്ചർ ഷേപ്സ് ദ എക്കോണമി ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. നേരത്തെ പറഞ്ഞ എന്താണ്? എക്കോണമിയാണ് ശരിക്കും പൊളിറ്റിക്സിനെയും കൾച്ചറിനെയും ഷേപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വെബർ പറയുന്നത് എന്താണ്? കൾച്ചറാണ് എക്കോണമിയെയും പൊളിറ്റിക്കൽ ലൈഫിനെയും ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ പറയുന്നത് സെൻട്രൽ പോയിന്റ് ഓഫ് ബോത്ത് സ്ട്രീംസ് ഈസ് ദാറ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. അപ്പോൾ ഒരാൾ പറഞ്ഞു എക്കണോമിയാണ് പൊളിറ്റിക്കൽ ലൈഫും കൾച്ചറൽ ലൈഫും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത്. വെബർ പറഞ്ഞത് എന്താണ്? കൾച്ചറാണ് എക്കോണമിയും പൊളിറ്റിക്കൽ ലൈഫിനെയും ഷേപ്പ് ചെയ്യുന്നത്. പക്ഷെ രണ്ടിലും നമുക്ക് കാണുന്ന പോയിന്റ് എന്താണ്? അതായത് സോഷ്യലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഈ മൂന്ന് ഫാക്ടേഴ്സും ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് വാസ് നോട്ട് ഓൺലി കണ്ടിന്യൂസ് ബട്ട് ഓൾസോ പ്രോഗ്രസീവ്. ചേഞ്ച് ഉണ്ടാവും എന്ന് മാത്രമല്ല, അത് പ്രോഗ്രസീവും കൂടി ആയിരിക്കും. പറഞ്ഞു അഗ്രികൾച്ചർ സൊസൈറ്റിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത്, പക്ഷെ മാത്രമല്ല പ്രോഗ്രസും കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് എങ്ങനെ പറയാ, ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിട്ടുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്, ഡെവലപ്മെന്റ് അതുകൊണ്ട് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് മാത്രമല്ല പ്രോഗ്രസീവ് ആണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അപ്രോച്ചിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അത് ഫസ്റ്റത്തെ ഫീച്ചറാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് സോഷ്യോളജിസ്റ്റ് എമിലി ഡർക്കീം വാസ് പ്രപ്പോണ്ടഡ് സോഷ്യൽ ഡിഫറൻസിയേഷൻ. ഈ സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്നുള്ള തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എമിലി ഡർക്കീം ആണ്. ആൻഡ് ഹി സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് ദ ഐഡിയ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയിൽ ഡിവിഷൻ ഓഫ് ലേബർ എങ്ങനെ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഈ എമിലി ഡർക്കീം എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ്. സോഷ്യൽ ആക്ടിവിറ്റീസ് ഹാവ് ബീൻ ഡിവൈഡഡ് എമംഗ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിങ് അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള അങ്ങനെയുള്ള ഓരോ ഫാമിലിയുടെ ഫംഗ്ഷൻ എന്താണ്. അപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പൊ മോഡേൺ സൊസൈറ്റിയിലും അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ വാസ് എക്സ്റ്റെൻഡ് ഡ്യൂ ടു കമ്മ്യൂണിക്കേഷൻ, അർബനൈസേഷൻ ആൻഡ് പോപ്പുലേഷൻ. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവാൻ കാരണം എന്താണ്? കമ്മ്യൂണിക്കേഷൻ കൂടും, അതേപോലെ തന്നെ അർബനൈസേഷൻ, പോപ്പുലേഷൻ ഒക്കെ കൂടുമ്പോൾ. ഇപ്പൊ പോപ്പുലേഷൻ ഒക്കെ കൂടുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഓരോ സെക്ടറിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ ജോലി കൊടുക്കുന്നതാണല്ലേ എളുപ്പം. അങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. മോഡേൺ സൊസൈറ്റി ഹാവ് സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡേൺ സൊസൈറ്റിയിലും ഇതുപോലെ തന്നെ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ കാണാൻ പറ്റും. ഓരോ സെക്ഷനും ഓരോ തരത്തിലുള്ള ജോലി ആയിരിക്കും ഉണ്ടായിരിക്കുക. The modernization process has led to fragmentation. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ വിഘടിപ്പിക്കുക. ഇപ്പോൾ ഫ്രാഗ്മെന്റഡ് ആയി മാറിയിട്ടുണ്ടാവും. മിലിറ്ററി ലീഡേഴ്സ്, ഇന്റലക്ച്വൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റിക്കൽ എലൈറ്റ്സ് ആൻഡ് ഓൺടർപ്രണേഴ്സ് ഹാവ് പ്ലേഡ് എ പൈവറ്റൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ഇപ്പൊ ഇതിൽ പറയുന്നത് മിലിറ്ററി ലീഡേഴ്സ്, അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ടാവും. ഇന്റലക്ച്വൽസ്, ഇവർക്ക് ഇന്റലക്ച്വൽസിന്റെ റോൾ, ബ്യൂറോക്രാറ്റ്സ് നിയമങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക, പൊളിറ്റിക്കൽ എലൈറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ
ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ റോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, എമിലി ഡർക്കീമിന്റെ ഐഡിയ പറയുന്നത്. എമിലി ഡർക്കീമിന്റെ ഐഡിയ ആണ് ഡിഫറൻസിയേഷൻ. ഇനി രണ്ടാമത്തെ ഫീച്ചർ ആണ് സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സെക്യുലറൈസേഷൻ ഇനാബിൾസ് ദ ഇൻഡിവിജ്വൽ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സാക്രഡ് ആൻഡ് നോട്ട് സാക്രഡ്. അപ്പൊ സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ആളുകൾക്ക് എന്താണ് നല്ലത്, സാക്രഡ് എന്ന് പറയുമ്പോൾ പുണ്യം അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സാക്രഡ് അല്ലെങ്കിൽ എന്താണ് നല്ലത്, എന്താണ് നല്ല ചീത്തത്, നല്ലതല്ലാത്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇൻഡിവിജ്വൽസിനെ സഹായിക്കുന്നത് ശരിക്കും സെക്യുലറൈസേഷൻ ആണ്. ഫൈനലി ഇറ്റ് വിൽ ലീഡ് ടു എ റാഷണൽ സ്ക്രൂട്ടിനി. അപ്പൊ നമുക്ക് നമ്മുടെ റീസണിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം എന്തായിരിക്കും നല്ലത് എന്തായിരിക്കും ചീത്തത് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് തന്നെ നമ്മളൊരു റാഷണൽ ബീങ് ആയിട്ട് മാറും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് സെക്യുലറൈസേഷൻ എന്നുള്ള ഐഡിയ പറയുന്നത് മാക്സ് വെബറുടെ ആണ്. മാക്സ് വെബർ വാസ് ദ പൈനറി ഇൻ ഡെവലപ്പിംഗ് മോഡേണൈസേഷൻ തിയറി ബേസ്ഡ് ഓൺ സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മോഡേണൈസേഷൻ തിയറി ഉള്ളത് എന്ന് പറഞ്ഞത് ആരാണ്, മാക്സ് വെബർ ആണ്. സോഷ്യൽ ആക്ഷൻ ഹാസ് ബീൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ആക്ഷൻ ഡിറ്റർമിൻഡ് ബൈ റീസൺ ആൻഡ് ആക്ഷൻ ഡിറ്റർമിൻഡ് ബൈ ഹാബിറ്റ് ഓർ ഇമോഷൻ. അപ്പോൾ മാക്സ് വെബർ സോഷ്യൽ ആക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ആക്ഷൻസ് ഡിറ്റർമിൻഡ് ബൈ റീസൺ എന്ന് പറയുന്നതും രണ്ടാമത്തേതാണ് ആക്ഷൻസ് ഡിറ്റർമിൻഡ് ബൈ ഹാബിറ്റ് ഓർ ഇമോഷൻ എന്ന് പറയുന്നതും. ഇതിൽ ആക്ഷൻ ഡിറ്റർമിൻഡ് ബൈ റീസൺ എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ റീസൺ എന്താണ് നല്ലത് എന്താണ് ശരി എന്നുള്ളത് നമ്മുടെ തന്നെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നതിനെയാണ് ഈ ആക്ഷൻസ് ഡിറ്റർമിൻഡ് ബൈ റീസൺ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ ഡിറ്റർമിൻഡ് ബൈ ഇമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ ആക്ഷൻസ് തീരുമാനിക്കുക. പക്ഷെ വെബർ പറഞ്ഞത് എന്താണ്, വെബേഴ്സ് ബ്യൂറോക്രസിസ് വാസ് ബേസ്ഡ് ഓൺ റാഷണൽ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞപ്പോൾ ലീഗൽ റാഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അവിടെയാണ് ലെജിറ്റമസി എന്നുള്ള ഐഡിയ ഒക്കെ വരുന്നത്. ആളുകൾക്ക് നല്ലതായതുകൊണ്ട് ആളുകൾ ലീഗലായിട്ട് റാഷണൽ ആയിട്ടാണ് ആളുകൾ അവിടെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. അതാണ് വെബർ പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് വിൽ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ നോളജ്. മനുഷ്യന്മാരുടെ ഈ ഇങ്ങനത്തെ നോളജ് എന്താണ് നല്ലത് അല്ലെങ്കിൽ ഈ റാഷണൽ നോളജിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേറ്റ് ചെയ്തതാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ നമ്മുടെ ആളുകളുടെ നോളജും ഡെവലപ്പ് ചെയ്യും എന്നാണ് ഇവിടെ സെക്യുലറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ ആണ് കൾച്ചറൽ മോഡേണൈസേഷൻ. Rationalization and secularization have resulted in changes in the dynamics of cultural modernization. ഈ കൾച്ചറൽ മോഡേണൈസേഷൻ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ റാഷണലൈസേഷനും സെക്യുലറൈസേഷനും സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ടാൽകോട്ട് പേഴ്സൺസ് ആസ് പാറ്റേൺ വേരിയബിൾസ്. ഇത് ടാൽകോട്ട് പേഴ്സണെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പാറ്റേൺ വേരിയബിൾസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. പേഴ്സൺ എന്താ പറയുന്നത്, മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് റെപ്രസെന്റ് യൂണിവേഴ്സലിസം. അവിടെ എന്താണ് മറ്റേത് ഓരോന്നും ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. മാത്രമല്ല ഭയങ്കര ഇംപേഴ്സണൽ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം മോഡേൺ സൊസൈറ്റി ഓൾസോ മേക്സ് ജഡ്ജ്മെന്റ് അറ്റ് യൂണിവേഴ്സൽ ക്രൈറ്റീരിയ ഇറസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ മോഡേൺ സൊസൈറ്റിയിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും, അല്ലാതെ സോഷ്യൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടായിരിക്കില്ല. നമ്മളവിടെ പറഞ്ഞല്ലോ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. ട്രഡീഷണൽ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, അതായത് ബൈ ബർത്ത് കിട്ടുന്ന സ്റ്റാറ്റസ് വെച്ചിട്ടായിരുന്നു ആളുകളെ ജഡ്ജ് ചെയ്തിരുന്നത്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ അങ്ങനെയല്ല, ആളുകളുടെ ക്വാളിഫിക്കേഷനും മെറിറ്റും ഒക്കെ വെച്ചിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസ് അറ്റൈൻ സ്റ്റാറ്റസ് ഇൻ മോഡേൺ സൊസൈറ്റീസ് ഡ്യൂ ടു ദയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലൂടെയാണ് മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾക്ക് സ്റ്റാറ്റസ് ഉണ്ടാവുക. പക്ഷെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, ഇൻഹെറിറ്റൻസ്, അതായത് ബർത്തിലൂടെ ലഭിക്കുന്ന സ്റ്റാറ്റസ് ആയിരുന്നു ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അതാണ് പേഴ്സന്റെ ഐഡിയ. ഇപ്പൊ പേഴ്സൺ ഹാസ് അനലൈസ്ഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് അഫക്ടിവിറ്റി വിത്ത് ന്യൂട്രാലിറ്റി. കൾച്ചറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപേഴ്സണൽ ആയിട്ടുള്ളതായിരിക്കും. അഫക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഡ്സ് ഇമോഷണൽ ഫീലിംഗ്സ് ആൻഡ് സെന്റിമെന്റ്സ് എമംഗ് ദ പീപ്പിൾ. അത് ട്രഡീഷണൽ സൊസൈറ്റിയിലായിരുന്നു. അതായത് ഇമോഷണൽ ഫീലിംഗ്സും സെന്റിമെന്റ്സും ഒക്കെ ഉള്ളതാണ് ഈ അഫക്ടിവിറ്റി എന്ന് പറയുന്നത്. ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ലീഡ്സ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ കൾച്ചറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് എഫക്ടിവിറ്റി ഉണ്ട്, ന്യൂട്രാലിറ്റി ഉണ്ട് എന്നാണ് പേഴ്സൺ പറയുന്നത്. ഹി ഹാസ് കോൺട്രാസ്റ്റഡ്
ഡിഫ്യൂസ്ഡ് വിത്ത് സ്പെസിഫിറ്റി. ഡിഫ്യൂസ്നെസ് എന്ന് പറയുമ്പോൾ ഇംപ്ലൈസ് എ കോംപ്ലക്സ് വെബ് ഓഫ് ഇന്റർ കണക്ഷൻസ്. ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അതായത് ഇന്റർ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളായിരിക്കും ഡിഫ്യൂസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിസിറ്റി പറഞ്ഞാൽ ഇനാബിൾസ് ദ സോഷ്യൽ സിസ്റ്റം ടു ഡിഫ്യൂസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതായത് ഇത് പറയുമ്പോൾ സോഷ്യൽ സിസ്റ്റം ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സോഷ്യൽ സിസ്റ്റമാണ് സ്പെസിഫിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ലോർഡ് ടെനന്റ്. അപ്പോൾ സ്പെസിഫിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ഡിവിഷൻ ഓഫ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് റിലേറ്റീവ് ഇൻഡിപെൻഡൻസ്. ഈ സ്പെസിഫിറ്റി ആണ് സോഷ്യൽ റിലേഷൻസ് എങ്ങനെയൊക്കെയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണിക്കുന്നതാണ് ഈ സ്പെസിഫിറ്റി എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽസ് പ്ലേ മൾട്ടിപ്പിൾ റോൾസ് ഇൻ മോഡേൺ സൊസൈറ്റീസ്. മോഡേൺ സൊസൈറ്റീസിൽ ഇൻഡിവിജ്വൽസിന് മൾട്ടിപ്പിൾ റോൾസ് ഉണ്ടായിരിക്കും. ഡിഫ്യൂസ് റിലേഷൻസ് ഇനാബിൾസ് ഇൻഡിവിജ്വൽ ടു പ്ലേ മൾട്ടിപ്പിൾ ടാസ്കസ് ഇൻ സൊസൈറ്റി. ഈ പറഞ്ഞ ഡിഫ്യൂസ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോംപ്ലക്സ് ഇന്റർ കണക്ഷൻസ്, അത് കാരണം ആളുകൾക്ക് സൊസൈറ്റിയിൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ കിട്ടും. ദീസ് വാരിയബിൾസ് ഇൻഡിക്കേറ്റ് ദ ട്രാൻസിഷൻ ആൻഡ് പ്രോഗ്രസ് ഓഫ് മോഡേൺ സൊസൈറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ട്രാൻസിഷൻ, മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെ പ്രോഗ്രസ് ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ഫീച്ചറാണ് ട്രഡീഷൻ ടു മോഡേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 18th and 19th സെഞ്ചുറീസിൽ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ വാസ് അസോസിയേറ്റഡ് വിത്ത് ദ എമർജൻസ് ഓഫ് നാഷൻ സ്റ്റേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ പറഞ്ഞു 18th and 19th സെഞ്ചുറി നാഷൻ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉയർന്നു വരുന്നത്. മോഡേൺ ഐഡിയ ഓഫ് നാഷൻ സ്റ്റേറ്റ് എങ്ങനെ 18th and 19th സെഞ്ചുറിയിൽ ഉയർന്നു വന്നു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ സ്റ്റേറ്റ് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ലേറ്റർ ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറി, അതായത് 20th സെഞ്ചുറി ആയപ്പോഴേക്കും പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ ഓർ ഫ്യൂഡൽ ആൻഡ് സെമി ഫ്യൂഡൽ പൊളിറ്റിക്കൽ സിസ്റ്റം ടു മോഡേൺ ഡെമോക്രാറ്റിക് സിസ്റ്റം ആയി മാറി. അതായത് 18-19 സെഞ്ചുറിയിൽ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാവുന്നതായിരുന്നു. പക്ഷെ 20th സെഞ്ചുറിയുടെ അവസാന പകുതിയൊക്കെ എത്തിയപ്പോൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്നുള്ള ഐഡിയ മാറി വന്നു. അവർ പറയുന്നത് എന്താണ്, ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന്, അതായത് ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്നും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ശരിക്കും പൊളിറ്റിക്കൽ മോഡേണൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏർലി പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സ്കോളേഴ്സ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ് എക്കണോമിക് ഡെവലപ്മെന്റ് ലീഡ്സ് ടു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇപ്പം ഏർലി പൊളിറ്റിക്കൽ മോഡേണൈസേഷനുള്ള സ്കോളേഴ്സ് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ ബിഹേവിയർ ഓഫ് സിറ്റിസൺ. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും, അങ്ങനെ കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും, അങ്ങനെയാണ് പൊളിറ്റിക്കൽ ബിഹേവിയറും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ് ഇവിടെ ഏർലി പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ വരുന്നത്. അപ്പൊ എങ്ങനെ വെച്ചാൽ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവാൻ കാരണം അങ്ങനെയാണ്. അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് ഒരു മാറ്റം വരും. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവും, ഫാക്ടറീസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ സിറ്റി ആയിട്ട് വരും കാര്യങ്ങൾ. അവിടുത്തെ നാട് റൂറൽ എന്നുള്ളതിൽ നിന്നും സിറ്റി ആയിട്ട് മാറും. അപ്പൊ എന്താണ് അവിടെ അർബനൈസേഷൻ എന്നുള്ള ഐഡിയ ഉണ്ടായി. അർബനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു റൂറൽ സാധനം അർബൻ ആയിട്ട് മാറി എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ അർബനൈസേഷൻ ഉണ്ടായതോടുകൂടി അവിടെ ബെറ്റർ ആക്സസ് ടു മീഡിയ ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ കിട്ടാൻ തുടങ്ങി. മാത്രമല്ല എഡ്യൂക്കേഷൻ അവിടെ വ്യാപിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആളുകൾ എന്താണ്, മിഡിൽ ക്ലാസ് പീപ്പിൾ ബിഗെയിൻ ടു ആക്റ്റീവ് പാർട്ട് ഇൻ ദ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പോൾ മീഡിയ കൂടി ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടി തുടങ്ങി, എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങി. സോ അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളും പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതാണ് മോഡേൺ സൊസൈറ്റി ആയി വന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കാൾ ഡച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിട്ടുള്ള സോഷ്യൽ മൊബിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാൾ ഡച്ച് പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മൊബിലൈസേഷൻ ആണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് ചേഞ്ചസ് ഇൻ സൊസൈറ്റിയിലെ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് സോഷ്യൽ മൊബിലൈസേഷൻ പറയുന്നത്. ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ ആസ് കൺട്രീസ് പ്രോഗ്രസ് ടുവേർഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് രാജ്യങ്ങളിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായതിനു ശേഷം ആളുകൾ എന്തായി ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നു.
മാത്രമല്ല അത് അർബനൈസേഷന് കാരണമായി. സോ ഇറ്റ് ക്രിയേറ്റ് എ കണ്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഫോർ സിറ്റിസൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി, അർബനൈസേഷൻ ഉണ്ടായി, അവിടെ ഒരു പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായി വന്നു. നമ്മൾ പറഞ്ഞല്ലോ, അർബനൈസേഷൻ ഉണ്ടാകുമ്പോൾ മീഡിയ കാര്യങ്ങളൊക്കെ വന്നു, ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടി തുടങ്ങി, അപ്പോൾ ആളുകൾ ഒന്നും കൂടി ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിലും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. ആൻഡ് എഡ്യൂക്കേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക്, അർബനൈസേഷൻ വർ കൺസിഡേർഡ് ടു ബി ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ മൊബിലൈസേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക്, അർബനൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ മൊബിലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം എന്താണ്? ദേ ക്രിയേറ്റഡ് പൊളിറ്റിക്കൽ അവയർനെസ് അമംഗ് ദ സിറ്റിസൺ. സോറി, ഈ ആളുകളുടെ ഇടയിൽ പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്, അർബനൈസേഷൻ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ മൊബിലൈസേഷന് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ പറയുന്നത് SM ലിപ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയ ആണ് എമർജൻസ് ഓഫ് ഡെമോക്രസി. അതായത് ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഡെമോക്രസി ആണ്. ഡെമോക്രസി ഉയർന്നു വന്നതാണ് മോഡേണൈസേഷന് കാരണമായത് എന്നുള്ളതാണ് SM ലിപ്സെറ്റ് പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് കൺസോൾട്ടേഷൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. അതെങ്ങനെ ഡെവലപ്പിംഗ് വേൾഡിൽ ഉണ്ടായി വന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ആസ് കൺട്രീസ് ഡെവലപ്പ് എക്കണോമിക്കലി ദേ വിറ്റ്നസ് ദ റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ, അതായത് ഇൻഡസ്ട്രീസ് ഉണ്ടായി, പ്രൊഡക്ഷൻ കൂടി, എക്കണോമി ഡെവലപ്പായി. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പുതിയ വിഭാഗം ആൾക്കാർ, അതായത് മിഡിൽ ക്ലാസ് ആളുകൾ ഉയർന്നു വന്നു. മീൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ സിവിൽ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ദേ ബിഗൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ദ സിവിൽ സൊസൈറ്റി. സോ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ എംപവർമെന്റ് ഓഫ് ദ സിറ്റിസൺസ്. ഇവിടെയൊക്കെ എന്താണ്, ആളുകൾക്ക് ഇങ്ങനെ എംപവർമെന്റ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. സോ ദ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ഹാവ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആണ് പൊളിറ്റിക്സിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ദിസ് പ്രോസസ് വിൽ ബി ലീഡിംഗ് ടു ദ എമർജൻസ് ഓഫ് മോർ റോബസ്റ്റ് ഡെമോക്രസീസ് ഇൻ ദ കണ്ടംപററി ഗ്ലോബൽ വേൾഡ്. അപ്പൊ ഇങ്ങനെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി പൊളിറ്റിക്സിലും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പൊ ഇതെന്താവും, ഒന്നും കൂടെ നല്ല രീതിയിലൊരു ഡെമോക്രസി കണ്ടംപററി ഗ്ലോബൽ വേൾഡിൽ ആളുകൾ ഒന്നും കൂടെ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഒന്നും കൂടെ ഡെമോക്രാറ്റിക് സൊസൈറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് SM ലിപ്സെറ്റ് പറഞ്ഞിട്ടുള്ളത്. In the politics of developing areas, Almond presented his functionalist framework that relied on modern tradition dichotomy and input-output functions. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത തിങ്കറാണ് ആൽമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള, ഗബ്രിയൽ ആൽമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തിങ്കർ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയാസ്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഹി പ്രസന്റഡ് ഹിസ് ഫങ്ഷണലിസ്റ്റ് ഫ്രെയിംവർക്ക്. ഇദ്ദേഹത്തിന്റെ തിയറി ആണ് കേട്ടോ ഈ ഫങ്ഷണലിസ്റ്റ് ഫ്രെയിംവർക്ക്. ദാറ്റ് റിലേറ്റ് ഓൺ മോഡേൺ ട്രഡീഷണൽ ഡൈക്കോട്ടമി. മോഡേൺ ട്രഡീഷൻ ഡൈക്കോട്ടമിയിലുള്ള ഒരു ഫങ്ഷണലിസ്റ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഡേവിഡ് ഈസ്റ്ററിന്റെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ കുറിച്ചിട്ടും കൂടെ പറയുന്നുണ്ട്. ഇൻ ആൽമണ്ട്സ് ഫ്രെയിംവർക്ക് ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാഡ് ദീസ് തിങ്സ് ഇൻ കോമൺ. അപ്പോൾ ആൽമണ്ടിന്റെ ഐഡിയ ആണ് ഫങ്ഷണലിസ്റ്റ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഫങ്ഷണലിസ്റ്റ് ഫ്രെയിംവർക്കിൽ ഇദ്ദേഹം പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളതുണ്ട്. അതിലൊന്നാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്, കമ്പാരിസൺ കുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ആൻഡ് ഫോം ഓഫ് സ്ട്രക്ചറൽ സ്പെഷ്യലൈസേഷൻ. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലെ സ്ട്രക്ചർ ഉള്ളത്, ആ സ്ട്രക്ചറിൽ ആർക്കൊക്കെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറൽ സ്പെഷ്യലൈസേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഓരോ സൊസൈറ്റിയുടെയും കമ്പയർ ചെയ്യാവുന്നതാണ്. അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിലെ സ്ട്രക്ചർ എങ്ങനെയാണ്, മോഡേൺ സൊസൈറ്റിയിലെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ദ സെയിം പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓൾസോ. So comparison could be made based on what structure perform these function and how regularly they do so. അതായത് ഈ ട്രഡീഷണൽ സൊസൈറ്റിയിലെയും മോഡേൺ സൊസൈറ്റിയിലെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ട്രക്ചർ ഏതൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, മോഡേൺ സൊസൈറ്റിയിൽ ഈ സ്ട്രക്ചർ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എ മെയിൻ ടാസ്ക് ഓഫ് പൊളിറ്റിക്കൽ തിയറി ഈസ് ടു ഐഡന്റിഫൈ ദീസ് ഫംഗ്ഷൻസ്. പൊളിറ്റിക്കൽ തിയറിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ
ഫങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സ്ട്രക്ചറും പെർഫോം ചെയ്യുന്ന ഫങ്ഷന് ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തേതാണ് ഓൾ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആർ മൾട്ടി ഫങ്ഷണൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും, പക്ഷെ ആ ഫംഗ്ഷൻ ശരിക്കും മൾട്ടി ഫങ്ഷണൽ ആയിരിക്കും. എല്ലാ സൊസൈറ്റി, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിലും മോഡേൺ സൊസൈറ്റിയിലും സ്ട്രക്ചേഴ്സ് മൾട്ടി ഫങ്ഷണൽ, ഒരു ജോലി മാത്രം ആയിരിക്കില്ല ഉണ്ടായിരിക്കുക, വ്യത്യസ്തമായിട്ടുള്ള ജോലി ഉണ്ടായിരിക്കും. ആൻഡ് ദ ഡിഗ്രി ഓഫ് സ്പെസിഫിറ്റി കുഡ് ബി കമ്പയർഡ്. അപ്പൊ നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യേണ്ടത് മൾട്ടി ഫങ്ഷണൽ ഏതാന്നല്ല നോക്കേണ്ടത്, എത്രത്തോളം മൾട്ടി ഫങ്ഷണൽ ആണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ ട്രഡീഷണൽ സൊസൈറ്റിയിൽ മൾട്ടി ഫങ്ഷണൽ ചിലപ്പോൾ കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. മോഡേൺ സൊസൈറ്റിയിൽ അതിന്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ദ ഡിഗ്രി ഓഫ് പൊളിറ്റിക്കൽ മോഡേണിറ്റി ഓർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വാസ് എസെൻഷ്യലി ടു ബി ഡിറ്റർമിൻഡ് ബൈ ദിസ് ഡിഗ്രി ഓഫ് സ്പെസിഫിറ്റി. അപ്പോൾ ഈ മൾട്ടി ഫങ്ഷണൽ അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണലിന്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ട് ഓരോ സ്ട്രക്ചേഴ്സിനും ഒന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല്, ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അത് ചിലപ്പോൾ മൾട്ടി ഫങ്ഷണൽ ആയിരിക്കും. അപ്പോൾ രണ്ട് സൊസൈറ്റിയിലും മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള സൊസൈറ്റികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ശരിക്കും ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം അളവുണ്ട് എന്നുള്ളതായിരിക്കും വ്യത്യാസപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഈ ഡിഗ്രി ആണ് ശരിക്കും പൊളിറ്റിക്കൽ മോഡേണിറ്റി എന്താണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എവിടെയാണ് ഉള്ളതെന്നും കൂടെ നിശ്ചയിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ശരിക്കും മോഡേണൈസേഷനെ കുറിച്ചിട്ട് എവല്യൂഷണറി ഫംഗ്ഷനിലും പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സന്റെ പാറ്റേൺ വാരിയബിൾ നോക്കി, പിന്നെ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അപ്രോച്ച് നോക്കി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 ഉള്ളത്. ഇനി പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 നമുക്ക് ക്രിട്ടിക്സും കാര്യങ്ങളും ഒക്കെ നോക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട്, അത് നമുക്ക് പാർട്ട് 2 നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നിർത്തുകയാണ്, നമുക്കിനി പാർട്ട് 2 നോക്കാം.